Ishal Band Abu Dhabi, a unity of artists across Abu Dhabi. Eid and Onam celebration. Unicorn Cargo presents എന്താണ് ബാബുവേട്ട. അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഒരു മൊബൈൽ കളഞ്ഞു പോയിട്ടുണ്ട്. നോക്കിയുടെ ചെറിയൊരു സെറ്റാണ്. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ കളഞ്ഞു പോകുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും. അതാണ് പ്രശ്നം. അപ്പൊ അത് ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണോ മൈക്ക് ചെക്ക് ചെയ്താണ്. മൈക്ക് ചെക്ക് ചെയ്താണോ? ഇത് മതി എന്ന് പറയുന്നത് ചെയ്യല്ലെന്ന്. ഞാനിത് മൈക്ക് ചെക്ക് ചെയ്താണ്. ഇത് മതി. അത് ശരി. ആരാ? ഞാൻ ഇവിടെ പരിപാടിക്ക് വന്നതോ? മിമിക്രി ചെയ്യാൻ വേണ്ടി വന്നാണല്ലോ ഇവിടെ. ഞാന് അല്ലല്ല, ഇവിടെ വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അല്ല, ശരിക്കും ഞാനല്ല ഇവിടെ. ഞാൻ വരണ്ടേ? അല്ല, ഞാനല്ല. ഞാനാക്കി ഞാനല്ല. ഞാൻ ഇവിടുത്തെ ഞാനല്ല. ഞാനല്ല ഇവിടെ വരണ്ടേ. ഇന്ന മിമിക്രിയിൽ ഞാനാക്കി എന്റെ ഗുരു ഇവിടെ വന്നിക്കണേ. നിന്റെ ഗുരു ഓനാണ് ഇവിടെ വരണത്. ശരി, അപ്പൊ ഇയല്ല വരണ്ടേ? ഞാനല്ല. ഓൻ ഇവിടെ അടിച്ചുപൊളി ഒരു പാട്ട് വെച്ചെടുത്ത ഓൻ ഇവിടെ വരും. ഒരു പാട്ട് വെച്ചു കൊടുക്കും. ഒരു അടിപൊളി പാട്ട് വെച്ചു കൊടുക്കും. എന്നാലും വരും. ഇവിടെ ചങ്ങായി കമ്പനിക്കാരാ. നെഞ്ഞൊന്തി പോണ്ട. ആരാണ്? മിമിക്രിയിൽ എന്റെ ഗുരുവാണല്ലേ? പറഞ്ഞാല് ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാൻ ഇവനായിട്ട്. ഇവൻ പറഞ്ഞാല് ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയാണ്. ഞാൻ പറയും ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കല്ലോ. ഇവന്റെ അടുത്ത കമ്പനിക്കാരൻ ചെറുപ്പം മുതൽ ഇവന്റെ വീട് എന്റെ വീടല്ല, എന്റെ വീട്. ഇവൻ കിടന്നുറങ്ങണ എന്റെ പായൽ, ഞാൻ പാത്രത്തിൽ ചോറിനിട്ട് അങ്ങനത്തെ ബന്ധാണ് ഞാൻ. പേരെന്താ? അല്ല, ഞാൻ പറയടാ. അത് ഞാൻ പറയട്ടെ. എന്താ പേരെന്താ? ബെന്റിയോ? എന്റെ പേരെന്തേനാടാ? എന്റെ പേരെന്തേന്? എല്ലാ കുട്ടികളെ ആളെ വിളിച്ചു ഇൻസൾട്ടർ ആക്കുക. അവിടെ കുട്ടികളൊന്ന് ഇതിന്റെ ആളാണ്. മിമിക്രിന്റെ ടോപ്പ്. അത് ശരി. ഇഷ്ടംപോലെ ഒരളുണ്ടാക്കുന്ന ആളല്ലേ? ഒരലല്ലോ, ഒലക്ക ഉണ്ടാക്കുവോ? ചെങ്ങായി, നമ്മള് കൊരലും കൂറ്റന്നെ എടുക്കൂലേ? കൂറ്റൊക്കെ എടുക്കൂലേ? കൊരലും കൂറ്റോ? എന്താ മിമിക്രിന്റെ പറയില്ലേ? വോയിസിനാ പറയുന്നത്. ഉൾനാട് ലോക്കൽസ് ആണ്ടാ. ഓ, അത് ശരി. ഇയാളെ സൗണ്ട് ഉണ്ടാക്കും. മറ്റേ ഇടയ്ക്കാന്ന് പീഡിയന്റെ അയാളെ പേരെന്താ? വയസ്സായിട്ട് ഒരാളില്ലേ? കഷണ്ടിയായിട്ട്. അല്ലു അർജുൻ അല്ലടാ. മറ്റേ മൂപ്പർ ഇങ്ങനൊക്കെ പറയും. അവരുമായിട്ട് സംസാരിക്കണം. ചില്ലറ കാര്യല്ലടാ. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാനാണ് കറക്റ്റ് ഉണ്ടാക്കല്. ഞാനാണ് ഇന്ന കൂട്ടിക്കൊണ്ടോ നീ വലിയ ആളെ മെയിനാവുകയാണെങ്കിൽ ഒക്കൊട്ടിയെ ബന്ധം എടുക്കുമ്പോ ഞാൻ അത് പറയാന്നാല് മുരളീന്റെ കുരലെടുക്കും. പിന്നെ അനൗൺസ് ചെയ്യുമ്പോ ഞാൻ മുരളിന്റെ കുരലെടുക്കും, ശബ്ദം എടുക്കും. ഞാൻ അത് പറയാന്നാല് മുരളീന്റെ. അത് നിങ്ങളെ ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ. പ്രിയമുള്ളവരെ, മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒരു മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ഭരത് മുരളി. ചെമ്പക്കുളം തച്ചൻ, അമരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി. ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി. മുരളിയെ കുറിച്ച് പറയുക. വർക്ക് ചെയ്യാൻ സമ്മതിക്കൂല. ഇവിടെ ഇന്ന് ഉയരത്തിക്ക് സമ്മതിക്കാതെ ഇന്ന ഫീൽഡിൽ നിന്ന് ഔട്ടാക്കലാക്കി. ഈ ഒരു വർക്ക് എന്താ ഈ സമ്മതിക്കാത്ത? ഇവനറിയോ? ഇവ നമ്മളെ പെരയിൽ മീൻ പൊരിച്ചതിനെ വരുമ്പോ നമ്മളെ പെരലേ പാഞ്ഞു വരുന്ന.
രണ്ടൈല പൊരിച്ചൊക്കെ മിണിക്കാൻ എന്റെ പെരല് എന്നിട്ട് നമ്മളെ ബാപ്പൊക്കെ വെച്ച രണ്ട് പിന്നാളെ കഞ്ഞുള്ള കച്ചുകൂട്ടിയ കള്ളനാണ് പേ. ആ എന്നിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിലിന്റെ ഉള്ളിൽ ഞാൻ നിലത്താണ് കിടക്കുക. മൂത്രമൊഴിച്ചാലോ പറയരുത് ഇട്ടോ എടാ. അല്ല ഗുരു, പിന്നെ ഇവനെന്തിനാ അങ്ങനെ കൊണ്ടിറക്കേണ്ട ആവശ്യമോ? ഇവനെ കൊണ്ടിറക്കണം എന്തിനാ അറിയോ? ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്ന ഫോട്ടോ ഒക്കെ ലൈക്ക് അടിക്കും. ശരി, ഇഷ്ടംപോലെ ലൈക്ക് അടിക്കും. അങ്ങനെ ഇഷ്ടംപോലെ ലൈക്ക് അടിക്കാൻ പറ്റുമല്ലോ. ഒരു ഫോട്ടോക്ക് ഒരു ലൈക്ക് അല്ല അടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അൺലൈക്ക് ആയി പോകൂലേ. നിങ്ങൾ എത്ര പേജിന്റെ ഫേസ്ബുക്കാ? ഇന്റെ എത്ര പേജിന്റെ ഫേസ്ബുക്കാന്ന്? വരള്ളതോ വരല്ലാത്തോ ഇവനെന്താണ് ഭ്രാന്താണോ? ചങ്ങായിയെ മൂപ്പര് പറഞ്ഞു അല്ല എന്നാലും ഇതുണ്ടാക്കും, വെറൈറ്റി ഇതുണ്ടാക്കും. വെറൈറ്റി എന്തുണ്ടാക്കും? മിമിക്രിയിൽ വെറൈറ്റി വേറെ, മിമിക്രിയിൽ വെറൈറ്റി ഉണ്ടാക്കും. പസിയാലെ കുരലെടുക്കും ഞാൻ. പസിയേ ചങ്ങായിയെ പറക്കണ പക്ഷി, അതിനാണ് പസി പസി തരുന്നത്. പക്ഷി, ആ പക്ഷിയെ വെറൈറ്റി പക്ഷികൾ. ഏത് പക്ഷിയാണ് എടുക്കാൻ പോകുന്നത്? ആഫ്രിക്കയിലെ മലയോര പ്രദേശത്ത് മാത്രം നമ്മൾ അവിടുത്തെ മലയോര പ്രദേശത്ത് കാണുന്ന സിമ്പിൾ പാട്ട. സിമ്പിൾ പാട്ട് എത്ര എങ്ങാനുണ്ട്? പക്ഷിയോ? സിമ്പിൾ പാട്ട്. ആഫ്രിക്ക പോയോക്കി നിങ്ങൾ സൈക്കിൾ? ആഫ്രിക്കയിലോ? ഇവിടെ ദേശാടന പക്ഷി അവിടെ വന്ന് ഇങ്ങനെ നിൽക്കൂ. ഭരതനാട്യല്ലേ? സിമ്പിൾ പാട്ടാണ് ചങ്ങായി. അത് ആണോ സിമ്പിൾ പാട്ടാ? എന്നാ പിന്നെ സിമ്പിൾ പാട്ടാ. എടാ എപ്പോഴും മറക്കല്ലിട്ട് ഈ ഫീൽഡ് ഔട്ടാക്കാടാ ഇന്നെ. സിമ്പിൾ പാട്ടാ. എടാ ഞാൻ എടുത്തോളാം. ഞാനല്ലടാ അവിടെയാണ്. ഇത് ഓട്ടോറിക്ഷ അല്ലടോ. എന്ത് ഓട്ടോറിക്ഷ കിട്ടുന്നുണ്ടോ? സിമ്പിൾ പാട്ടിന്റെ ശബ്ദമാണോ ഇത്? ഏടോ ഇതെന്ത് ശബ്ദമാണോ? നമ്മളവിടുത്തെ ഓട്ടോറിക്ഷ അല്ലേ, അതിന്റെ സെയിം കൊരലാണ് സിമ്പിൾ പാട്ടൊക്കെ. ശരി. ഒരു സിമ്പിൾ പാട്ട ബസ്സി പറഞ്ഞപ്പോ ഒരു ഫാമിലി കയ്യാണിച്ച്. അപ്പൊ ബസ്സി പറഞ്ഞു നിങ്ങൾ വിചാരിച്ച ഓട്ടോറിക്ഷ അല്ല, ഞാൻ ബസ്സിയാണ്. പിന്നെ പക്ഷി പറയാണല്ലോ വിചാരിച്ച പക്ഷി വിചാരിച്ച അനക്ക് എങ്ങനെ മനസ്സിലായി? അതിന്റെ കണ്ണും മോറും കണ്ട മനസ്സിലായി. അടുത്ത വെറൈറ്റി ശബ്ദം എടുക്ക്. ഫിലിപ്പീൻസിന്റെ ചതുപ്പ് നിലത്ത് കാണുന്ന സിമ്പിൾ പാട്ട. സിമ്പിൾ പാട്ടല്ല ഇപ്പൊ എടുത്ത്. സുറാട്ടിപ്പ. എന്താ സുറാട്ടിപ്പ? സുറാട്ടിപ്പ നമ്മളവിടുത്തെ കാക്കണ്ടല്ലോ, കാക്കന്റെ പോലത്തെ ഒരു ഇതാണ് സുറാട്ടിപ്പ. പക്ഷിയാണ് അത് സൂപ്പർ സാധനമാണോ? ശരി, എന്നാ സുറാട്ടിപ്പ എടുക്ക്. എന്താണ് ഇവനെത് തന്റെ അവസ്മാരത്തിന് സുഖമുണ്ടോ? അങ്ങനെയല്ല. എടോ മിമിക്രി ഡാൻസ് അല്ല. ഇത് ദേശഭക്തി ഗാനല്ലോടോ. ഇത് ദേശഭക്തി ഗാനല്ലേ? ഇറങ്ങിപ്പോ ബാഡറിൽ വെള്ളം നിറച്ച പോലെ ഒരു സാധനം ഓനായിട്ട് കേറിയുണ്ടെങ്കിലുണ്ടല്ലോ. ഓനറിയില്ല. ഞാൻ തരാം അങ്ങോട്ട്. ഇവരൊക്കെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടോ? പറയരുത്. എന്താ അത് പറഞ്ഞോ? അച്ഛനെ കൊന്നോ? അത്രയും നല്ല മോനാ. ഞാൻ തരാം. ഞാൻ സുരേഷ് ഗോപിന്റെ സുരേഷ് ഗോപി വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. താങ്ക് യു സുരേഷ് ഗോപി. ഒരുത്തനെ ഒരു കലാകാരനെ പുറത്താക്കി തൃപ്തിയായോ? എടാ എന്റെ കയ്യിൽ നിന്ന് ഇറച്ചിയും പൊറാട്ടിയും മേടിച്ചു കയറ്റി തരാറാ ഈ ഇളൊക്കെ പറഞ്ഞ നീ കുളിമുറിൽ ഏന്തി നോക്കിയതും അച്ഛന്റെ കാര്യം അമ്മ കൂട്ടിട്ടൊക്കെ പറഞ്ഞ ഇന്ന ഫീൽഡ് ഔട്ടാക്കാടാ. നേരത്തെ നന്നായിട്ടുണ്ടല്ലോ, നന്നായി ചെയ്തിട്ടുണ്ട്. വെറുതെ പറഞ്ഞതല്ലേ, വളരെ നന്നായിട്ടുണ്ട്. ഇതൊന്നല്ല സൂപ്പർ. ഇതൊന്നല്ലാത്ത വേറെ വെറൈറ്റി ചെയ്യും. ഇതല്ലാതെ ഇവൻ ലോകത്താർക്കും ചെയ്യാൻ പറ്റാത്തൊരു സംഭവം അറിയാം. അതായത് ഒരേ സമയം ഒരു ഇൻസ്ട്രുമെന്റ്സ് അല്ല വായിക്കാൻ പറ്റുള്ളൂ. ഇവൻ ഒരേ സമയം രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ലോകത്തിലെ ഒരേ ഒരാളാണ്. ഒരാൾക്ക് ഒരു സമയം തന്നെ ഒരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് ഒരേ സമയം രണ്ട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വ്യക്തിയാണ്. നല്ലൊരു കയ്യടി കൊടുത്താൽ നമുക്ക് ആ പ്രകടനം. പ്ലീസ് എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കണം പ്ലീസ്. ഒരേ സമയം രണ്ട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ലോകത്തിൽ ഒരേ സമയം രണ്ട് ഇൻസ്ട്രുമെന്റ്സ്.
second by Ishal Band Abu Dhabi. Follow us on Ishal Band Abu Dhabi.